നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ നടൻ ആരാണെന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ വരെ കടത്തി വെട്ടിയ നടന്മാർ ഈ ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിലുള്ളതെല്ലാം ഒരിക്കലും ഇവരുടെ സ്ഥിരമായ സാലറി അല്ല. ചില പ്രത്യേക റോളുകൾ ചെയ്തപ്പോൾ സാലറിയേക്കാൾ എക്സ്ട്രാ വലിയൊരു എമൗണ്ട് തന്നെ ചില നടന്മാർക്ക് കിട്ടി. അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയ നടൻ, ആ ഒരു നടനെ നമുക്ക് നോക്കാം. ലിസ്റ്റിലാക്കിയത് ബോളിവുഡ് നടിയായിട്ടുള്ള എമ്മ സ്റ്റോൺ ആണ്. 2016 പുറത്തിറങ്ങിയ ലാ ലാ ലാൻഡ് എന്ന സിനിമയിൽ എമ്മ സ്റ്റോൺ മിയ എന്ന റോൾ ചെയ്തിരുന്നു. എമ്മ സ്റ്റോണിന്റെ നോർമൽ സാലറി $8 മില്യൺ ആണ്, ഒരു 64 കോടി രൂപ. എന്നാൽ ലാ ലാ ലാൻഡ് എന്ന സിനിമയിൽ എമ്മ സ്റ്റോണിന്റെ സാലറി $26 മില്യൺ ആയിരുന്നു, ഇന്ത്യൻ മണി 208 കോടി രൂപ. ഈ ഒരു സിനിമ 450 മില്യൺ കളക്ഷൻ നേടി, ഏകദേശം 3600 കോടി. ലിസ്റ്റിൽ 16ാമത്തേത് 2 നടന്മാരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായിട്ടുള്ള ആർണോൾഡും സിൽവസ്റ്റർ സ്റ്റലോണും. 2003 പുറത്തിറങ്ങിയ ടെർമിനേറ്റർ 3 എന്ന സിനിമയിൽ ആർണോൾഡിന്റെ സാലറി $30 മില്യൺ ആയിരുന്നു. ഇതുപോലെ 2002 പുറത്തിറങ്ങിയ ഐ സി യു എന്ന സിനിമയിൽ സിൽവസ്റ്റർ സ്റ്റലോണിന്റെ സാലറിയും $30 മില്യൺ ആയിരുന്നു, അതായത് 240 കോടി രൂപ. മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവരുടെ സ്ഥിരമായ സാലറി എന്ന് പറയുന്നത് $20 മില്യൺ ആണ്. ചില സിനിമകൾക്ക് 23 വരെ പോവാറുണ്ട്, ഏകദേശം 160 കോടിക്ക് മുകളിൽ, അതും 90 കാലഘട്ടത്തിൽ. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ 2 നടന്മാരാണ് ആർണോൾഡും സിൽവസ്റ്റർ സ്റ്റലോണും. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നടന്മാരിൽ 10ാം സ്ഥാനത്ത് ആർണോൾഡും 11ാം സ്ഥാനത്ത് സിൽവസ്റ്റർ സ്റ്റലോണുമാണ്. അടുത്തത് ജാക്കി ചാൻ ആണ്. 2020 പുറത്തിറങ്ങിയ വാൻഗാർഡ് എന്ന സിനിമയിൽ ജാക്കി ചാന്റെ സാലറി $40 മില്യൺ ആയിരുന്നു, ഏകദേശം 320 കോടി. സ്ഥിരമായി ജാക്കി ചാന്റെ സാലറി 150 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹിഡൻ സ്ട്രൈക്ക് എന്ന സിനിമയ്ക്ക് ജാക്കി ചാന്റെ സാലറി സെയിം 40 മില്യൺ തന്നെയായിരുന്നു, അതായത് നിലവിൽ ജാക്കി ചാന്റെ ഫിക്സഡ് സാലറി 320 കോടി രൂപയാണ്. അടുത്തത് ടോം ഹാങ്ക്സ് ആണ്. 1998 പുറത്തിറങ്ങിയ സേവിംഗ് പ്രൈവറ്റ് റയാൻ എന്ന സിനിമയ്ക്ക് ടോം ഹാങ്ക്സിന് 42 മില്യൺ സാലറി ലഭിച്ചു, ഏകദേശം 336 കോടി രൂപ. ഈ ഒരു സിനിമ 3700 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ടോം ഹാങ്ക്സിന്റെ സ്ഥിരമായ സാലറി $25 മില്യൺ ആണ്, ഏകദേശം 200 കോടി രൂപ. അടുത്തത് ടൈറ്റാനിക്കിലെ നായകനായിട്ടുള്ള ഡി കാപ്രിയോ ആണ്. ഡി കാപ്രിയോയുടെ നോർമൽ ആയിട്ടുള്ള സാലറി $20 മില്യൺ ആണ്, ഏകദേശം 160 കോടി രൂപ. എന്നാൽ 2010 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷൻ എന്ന സിനിമയിൽ കോബ് എന്ന ക്യാരക്ടർ ചെയ്യാൻ ഡി കാപ്രിയോയ്ക്ക് $50 മില്യൺ ലഭിച്ചു, ഏകദേശം 400 കോടി രൂപ. ഈ ഒരു സിനിമയുടെ കളക്ഷൻ 6800 കോടി രൂപയായിരുന്നു, ഏകദേശം 850 മില്യൺ. അടുത്തത് നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ ആയിട്ടുള്ള ജോണി ഡെപ്പാണ്. പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ സിനിമയിലൂടെ ജോണി ഡെപ്പ് വലിയൊരു സ്റ്റാറായി മാറി. ജോണി ഡെപ്പിന്റെ നോർമൽ ആയിട്ടുള്ള സാലറി $20 മില്യൺ, അതായത് 160 കോടിയും സിനിമയുടെ കളക്ഷനിൽ നിന്ന് 20% ഷെയറുമാണ്. എന്നാൽ 2010 പുറത്തിറങ്ങിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ഡിസ്നി സിനിമയിൽ ഹാറ്റർ എന്ന ക്യാരക്ടർ ചെയ്തതിന് ജോണി ഡെപ്പിന് ലഭിച്ച സാലറി $68 മില്യൺ ആണ്, ഏകദേശം 544 കോടി രൂപ. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ 1 ബില്യൺ കളക്ഷൻ നേടി, ഏകദേശം 8000 കോടി രൂപ. ഇതുപോലെ 2017 പൈറേറ്റ്സ് ഓഫ് ദി കരീബിയന്റെ 5ാമത്തെ സിനിമ പുറത്തിറങ്ങി. നിലവിൽ 5 സിനിമകളെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് ജോണി ഡെപ്പിന്റെ സാലറി $55 മില്യൺ ആണ്, 440 കോടി രൂപ. അടുത്തത് സാന്ദ്ര ബുളോക്ക് എന്ന നടിയാണ്. 2013 പുറത്തിറങ്ങിയ ഗ്രാവിറ്റി എന്ന സിനിമയിൽ റയാൻ സ്റ്റോൺ എന്ന ക്യാരക്ടർ ചെയ്തതിന് സാന്ദ്രയ്ക്ക് ലഭിച്ച സാലറി $70 മില്യൺ ആണ്, ഏകദേശം 560 കോടി. ഈ സിനിമ ബോക്സ് ഓഫീസിൽ 700 മില്യൺ കളക്ഷൻ നേടി, ഏകദേശം 5600 കോടി. അടുത്തത് നമ്മുടെ അയൺമാൻ ആയിട്ടുള്ള റോബർട്ട് ഡോണി ജൂനിയർ ആണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന സിനിമയിൽ അയൺമാൻ എന്ന ക്യാരക്ടറെ അവസാനമായി അവതരിപ്പിക്കുക റോബർട്ട് ഡോണി ജൂനിയറിന് കൊടുത്ത സാലറി $75 മില്യൺ ആയിരുന്നു, ഏകദേശം 600 കോടി രൂപ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന സിനിമ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയിൽ 2ാം സ്ഥാനത്താണുള്ളത്. ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഏകദേശം 3 ബില്യൺ അടുത്താണ്, 21,600 കോടി രൂപ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് ആദ്യമായി തുടക്കം കുറിച്ചതും ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിയതും റോബർട്ട് ഡോണി ജൂനിയറിന്റെ അയൺമാൻ എന്ന ക്യാരക്ടറായിരുന്നു. അടുത്തത് നമ്മുടെ ജോൺ വിക്ക് ആയിട്ടുള്ള കിയാനോ റീവ്സ് ആണ്. 99 പുറത്തിറങ്ങിയ മെട്രിക്സ് എന്ന സിനിമയിൽ നിയോ എന്ന ക്യാരക്ടറിന് കിയാനോ റീവ്സിന്റെ സാലറി $80 മില്യൺ ആയിരുന്നു, ഏകദേശം 640 കോടി. ഇദ്ദേഹത്തിന്റെ നോർമൽ സാലറി $22 മില്യൺ ആണ്, ഏകദേശം 176 കോടി.
അടുത്തത് നമ്മുടെ റോക്ക് എന്നറിയപ്പെടുന്ന ഡ്യുവൻ ജോൺസനാണ്. ഡ്യുവൻ ജോൺസന്റെ നോർമൽ സാലറി $50 മില്യൺ ആണ്, ഏകദേശം 400 കോടി രൂപ. ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നടന്മാരിൽ 3-ാം സ്ഥാനം ഡ്യുവൻ ജോൺസനാണ്. 2021 പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ റെഡ് നോട്ടീസ് എന്ന സിനിമയിൽ സാലറിക്ക് പുറമെ ഷെയറും ഡ്യുവൻ ജോൺസന് കൊടുത്തിരുന്നു. അങ്ങനെ ടോട്ടൽ കൊടുത്തത് $87 മില്യൺ ആണ്, ഏകദേശം 696 കോടി. അടുത്തത് 2 നടന്മാരാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാലറി കിട്ടിയിട്ടുള്ള 2 നടന്മാർ. അതിലാദ്യത്തേത് നമ്മുടെ സ്വന്തം വിൽ സ്മിത്ത് ആണ്. ലോകത്താദ്യമായി ഒരു റോളിന് ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയ നടൻ. ആ ഒരു റോളാണ് മെൻ ഇൻ ബ്ലാക്ക് 3 എന്ന സിനിമയിലെ ഏജന്റ് ജെ എന്ന റോള്. ഈ ഒരു സിനിമ 2012 പുറത്തിറങ്ങിയത്. വിൽ സ്മിത്തിന്റെ നോർമൽ സാലറി $35 മില്യൺ ആണ്, ഏകദേശം 250 കോടി. എന്നാൽ മെൻ ഇൻ ബ്ലാക്ക് 3 എന്ന സിനിമയിൽ വിൽ സ്മിത്തിന് സാലറിയും ഷെയറും ചേർത്ത് $100 മില്യൺ ആണ് കൊടുത്തത്, ഏകദേശം 800 കോടി രൂപ. അടുത്ത നടനാണ് നമ്മുടെ ടോം ക്രൂയിസ്. ടോം ക്രൂയിസിന്റെ നോർമൽ ആയിട്ടുള്ള സാലറി $30 മില്യൺ ആണ്, ഏകദേശം 240 കോടി. എന്നാൽ മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോകോൾ എന്ന സിനിമയിൽ സ്റ്റണ്ടുകൾക്ക് വേണ്ടി ടോം ക്രൂയിസ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ അഡീഷണൽ ആയി $70 മില്യൺ കൂടി കൊടുത്തു. ടോട്ടൽ $100 മില്യൺ, അഥവാ 800 കോടി രൂപ.